വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഒരു കൂട്ടം ദ്വീപുകളുടെ സമാഹാരവും നമ്മുടെ കേന്ദ്രഭരണ പ്രദേശവുമായ ലക്ഷദ്വീപിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. കേരളത്തിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 36 ദ്വീപുകളുടെ ഒരു സമാഹാരമാണ് ലക്ഷദ്വീപ്. തലസ്ഥാനം കവർത്തിയുമാണ്. അതിൽ തന്നെ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമേ താമസവുമുള്ളൂ. എന്ന് വെച്ചാൽ ജനവാസമുള്ള 10 ദ്വീപുകളും ജനവാസമില്ലാത്ത 16 ദ്വീപുകളുമാണ്. 2011 സെൻസസ് അനുസരിച്ച് ജനസംഖ്യ 64,473 മാത്രമാണ്. അതിൽ തന്നെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ളത് ബിട്രയിലാണ്. ഏറിയ ഭാഗം ജനസംഖ്യയുള്ളത് കവർത്തി, അമ്മിനി, ആൻഡ്രോഡ്, മിനിക്കോയ് എന്നീ ഭാഗങ്ങളിലാണ്. ഇവിടെ എത്തിച്ചേരാനുള്ള ഗതാഗത മാർഗം എന്ന് പറയുന്നത് കടൽ മാർഗവും വ്യോമമാർഗവുമാണ്. ധാരാളമായി തെങ്ങ് വളരുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യവസായം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ളതാണ്. മറ്റൊന്ന് മീൻപിടുത്തവും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ലക്ഷദ്വീപിന്റെ ജീവനാഡിയാണ് എന്ന് പറയാം. ലക്ഷദ്വീപിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രധാന മുഖംമൂടി ടൂറിസമാണ്. ലക്ഷദ്വീപിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ക്ലിയറൻസ് ചെക്കിംഗ് അത്യാവശ്യമാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവിടേക്ക് പോയാൽ ടൂറിസത്തിന്റെ ഒരുപാട് വിപുലമായ മേഖലകൾ നമുക്ക് കാണാം. ഇവിടെ 94% മുസ്ലിം ജനവിഭാഗമാണ് വസിക്കുന്നത്. വലിയൊരു വിഭാഗം കേരളത്തിൽ നിന്ന് വന്നവരും കുറച്ചുപേർ മാലദ്വീപിൽ നിന്ന് വന്നവരുമാണ്. ഇവിടുത്തെ ഭരണ നിയന്ത്രണം അഡ്മിനിസ്ട്രേറ്റീവിന്റെ കീഴിലാണ്. ലക്ഷദ്വീപ് എന്നത് ഒരു ജില്ലയാണ്. ഇതിനെ 4 ഡിവിഷനുകളുമായി തിരിച്ചിരിക്കുന്നു. ഇവിടുത്തെ സാക്ഷരത 93%. വളരെ ഉയർന്ന സാക്ഷരതയാണ് ഇവിടെ ഉള്ളത്. 1980 മുതൽ തന്നെ ഇന്ത്യയുടെ നാവികസേന ഇവിടെ നിലകൊള്ളുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.